ബട്ടർഫ്ലൈ അല്ല കേട്ടോ, നല്ല സൂപ്പർ അച്ചപ്പമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചപ്പമാണ് കേട്ടോ. നല്ല കറുമുറാന്ന് കടിച്ചു കഴിക്കാൻ പറ്റുന്ന സൂപ്പർ അച്ചപ്പം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ദിവസവും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് വേഗം വരാം. നല്ല മൊരിഞ്ഞ നല്ല കിടിലൻ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണ്. പച്ചരി വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് പൊടിച്ചത് ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഇത് ഏകദേശം ഒരു കണക്ക് 3/4 കിലോ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത്. ഇനി വേണ്ടത് കോഴിമുട്ടയാണ്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3/4 കിലോയ്ക്ക് ഈ 3 എണ്ണമാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കോഴിമുട്ട. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഏകദേശം ഒരു 3-4 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് കോഴിമുട്ട അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഇത് മാവിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് കൂടുതൽ മധുരം ഇരിക്കുകയാണ് നല്ലത്. കാരണം മാവിന് കുറച്ച് മധുരം കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ അച്ചപ്പമായിട്ട് വരുമ്പോൾ അതിന് കുറച്ചും കൂടെ നല്ല മധുരം ആവുള്ളൂ. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഈ മുട്ട അടിച്ചതും പഞ്ചസാരയും കൂടെ അടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും നമുക്ക് എടുക്കാം കേട്ടോ. ഈ 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ തന്നെ വേണ്ടി വരും നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ 1-ാം പാലാണ് ശരിക്കും ചേർക്കേണ്ടത്. 2-ാം പാലും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 2-ാം പാലും എടുത്ത് വെച്ചോളൂ. അപ്പോൾ 1-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് ഒരു ഗ്രേവി പരുവത്തിലേക്ക് വരണം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാലും വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2-ാം പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എള്ള് കൂടി ഇട്ട് കൊടുക്കാം. കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് നോക്കാം. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന അച്ചപ്പത്തിൻ്റെ അച്ച്. ബട്ടർഫ്ലൈ അച്ചാണ്. ഇന്ന് നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ. പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നല്ല ചൂടല്ലേ വീടിനകത്തൊക്കെ. അപ്പോൾ പുറത്താകുമ്പോൾ നല്ല കാറ്റുണ്ട്. നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും മമ്മിക്കും എനിക്കും ഇരുന്ന് ഉണ്ടാക്കുക. അതുകൊണ്ട് പുറത്താണ് ഇന്ന് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അച്ചും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ അച്ച് അതിനകത്ത് മുങ്ങിയിരിക്കണം. എണ്ണ ചൂടാവുമ്പോൾ അച്ചുകൂടി ചൂടായി അച്ചിന് നല്ലൊരു ചൂട് വരണം. അപ്പോഴാണ് ഈ അച്ചപ്പത്തിൽ മുക്കുന്ന അച്ചപ്പത്തിൻ്റെ മാവ് അതിനകത്ത് പറ്റി പിടിക്കാതെ വേഗം തന്നെ എണ്ണയിലേക്ക് പറഞ്ഞു ചാടുകയുള്ളൂ. അതുകൊണ്ട് അച്ചപ്പത്തിൻ്റെ അച്ച് കുറച്ച് നേരം അതിനകത്ത് മുക്കി വെക്കണം, നന്നായിട്ട് ചൂടാവാനായിട്ട്. എണ്ണ ചൂടാവുന്നതിനനുസരിച്ച് അച്ചും ചൂടായിക്കോളും. അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് അച്ച് മുക്കിയ ശേഷം ഇത് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ച് മുഴുവനായിട്ട് മാവിൽ മുങ്ങരുത്. 3/4 ഭാഗത്തോളം മാത്രമാണ് മാവിൽ മുങ്ങാമുള്ളൂ. എന്നിട്ട് വേഗം എടുത്ത് അത് വെളിച്ചെണ്ണയിലേക്ക് മുക്കണം. അപ്പോൾ വേഗം അത് പറഞ്ഞു പോന്നോളും. തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം തിരിച്ചും മറിച്ച് വരണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ കളറ് മാറും. അപ്പോൾ ഏകദേശം ആ ഒരു മഞ്ഞ കളറിൽ നിന്ന് മാറാറാകുമ്പോഴേക്കും വേഗം തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറിച്ച് തിരിച്ച് നമുക്ക് വേഗം എടുക്കാം. ഒത്തിരി മൂക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ കളറ് മാറും. അതുകൊണ്ട് വേഗം തന്നെ അത് നമുക്ക് പാത്രത്തിലേക്കാക്കാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ നമ്മുടെ അച്ചപ്പം. ബട്ടർഫ്ലൈ അച്ചപ്പം റെഡിയായി കഴിഞ്ഞു. ഇതാ നല്ല സ്റ്റൈലല്ലേ കാണാനായിട്ട്. മറ്റേ റൗണ്ട് ഷേപ്പിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈ അച്ചപ്പം നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ടുള്ള അച്ചപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല കറുമുറേ കടിച്ച് തിന്നാനായിട്ട് നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത്രയും നല്ല കറുമുറൂന്ന് വരാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ പച്ചപ്പൊടി ഇല്ലെങ്കിൽ വറുത്ത പൊടിയിലും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള അച്ചപ്പമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ.
അച്ചപ്പം ഉണ്ടാക്കിയ കണ്ടല്ലോ. അപ്പോൾ ഇതേ സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻസ് അയക്കാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻസ് അയക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.